ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതേസമയം സംഗമത്തിന്റെ ഉദ്ദേശ്യശുദ്ധിയെ ചോദ്യം ചെയ്ത് കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി. വിവാദങ്ങൾക്കിടെ പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടന്നു. രാവിലെ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജാതിമത വിശ്വാസത്തിന് അതീതമായി എല്ലാവർക്കും പ്രാപ്തമായ ആരാധനാലയമാണ് ശബരിമല. അയ്യപ്പ ഭക്തർ സംഗമവുമായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പരിപാടിയെ തകർക്കാൻ മറ്റു ചിലർ ശ്രമിച്ചെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല. ഭഗവത്ഗീതയിൽ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്തെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മധുര, തിരുപ്പതി മാതൃകയിൽ ശബരിമലയിൽ വികസനം വേണം. അത് ചർച്ച ചെയ്യുന്നതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിലർ ഇത് തടയാൻ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ്. അയ്യപ്പനോടുള്ള ഭക്തിയോ വനപരിപാലനത്തിലുള്ള താല്പര്യമോ വിശ്വാസപരമായ ശുദ്ധിയോ ഒന്നുമല്ല അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. തന്ത്രി മഹേഷ് മോഹനര് നിലവിളക്കിൽ തിരിതെളിയിച്ചാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ വാഹനത്തിലാണ് എത്തിയത്. അതേസമയം അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കപടഭക്തനെ പോലെയാണ് സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി വിജയൻ ഭക്തിയുടെ പരിവേഷം അണിഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത് BJPയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ LDF സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ അയ്യപ്പ ഭക്തരിൽ നിന്നു തന്നെ നേരിട്ട് അഭിപ്രായ സമന്വയം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് സർക്കാർ പ്രതിനിധികളും ദേവസ്വം ബോർഡും പറയുന്നു. അതേസമയം വിവാദങ്ങൾ മറുവശത്ത് തുടരുകയാണ്. സർക്കാരും ദേവസ്വം ബോർഡും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. പമ്പാതീരത്ത് നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം BS നന്ദു, ദൂരദർശൻ ന്യൂസ്.